ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ സാഗോ ഡെസേർട്ടാണ്, അഥവാ പൈനാപ്പിൾ സാഗോ പായസം. ഇത് നോർമൽ പായസമല്ല, ഇതൊരു കൈൻഡ് ഓഫ് ഡെസേർട്ടാണ്. നമ്മളുടെ ചൗവരി വെച്ചിട്ടും പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം, റെസിപ്പി നോക്കാം. ഞാനിവിടെ 1 കപ്പ് പൈനാപ്പിൾ, ഒരു 300 ഗ്രാം പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ചൗവരി കുതിർത്ത് വെച്ചിട്ട് 6 മണിക്കൂർ കുതിർത്ത് വെച്ച് വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് 1 ടിൻ എടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് 1 ടിന്ന് 350 ഗ്രാമിൻ്റെ ടിന്നാണ്. പിന്നെ 1 ലിറ്റർ ഫുൾ ക്രീം മിൽക്ക്. അപ്പം നമ്മൾ പുതിർത്തി വെച്ച് സാഗോ പേൾസ്, അതായത് പുതിർത്തി വെച്ച് ചൗവരി വേവിക്കാനായിട്ട് നിറയെ വെള്ളം എടുക്കുക, ഒരു പാൻ നിറയെ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് ചൗവരി ഇടുക, അതായത് സാഗോ ഇടുക. എന്നിട്ട് ട്രാൻസ്ലൂസൻ്റ് ആവുന്നവരെ 10 മിനിറ്റ് തിളപ്പിക്കുക. വേറൊരു പാൻ എടുക്കുക, അത് ചൂടാകുമ്പം പൈനാപ്പിൾ ഇടുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ഇടുക. എന്നിട്ട് അത് നല്ല സോഫ്റ്റും പിന്നെ ഒരു യെല്ലോയിഷ് കളർ ആവുന്നവരെ നന്നായിട്ട് അത് സോഫ്റ്റ് ആവുന്നവരെ അത് സോട്ട് ചെയ്യുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചൗവരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഇനി സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് അതൊരു തണുത്ത വെള്ളത്തിൽ റണ്ണിങ് വാട്ടറിൻ്റെ അണ്ടറിൽ സ്ട്രെയിൻ ചെയ്ത് വെക്കുക. ഒരു 20 മിനിറ്റോളം ഞാൻ ഇത് സോട്ട് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. ഇത് കൂളാകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഈ സമയം ഒരു വലിയ പാത്രം എടുക്കുക, വലിയൊരു സോസ് പാൻ എടുക്കുക, 1 ലിറ്റർ പാൽ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് 20 മിനിറ്റ് തിളപ്പിക്കുക. 20 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക്, ഞാൻ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു 3/4 ടിന്നോളം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര സ്വീറ്റ്നെസ് വേണോ അത്രയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതും പോരെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്യുക. പിന്നെ പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും 10 മിനിറ്റ് ബോയിൽ ചെയ്യുക. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാഗോ അതിലേക്ക് ഇടുക, ചൗവരി അതിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് തിക്കും ക്രീമി ആവുന്ന വരെ തിളപ്പിക്കുക. അപ്പോൾ അത് എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്വിച്ച് ഓഫ് ചെയ്ത് കൂളാക്കാൻ വെക്കാം. ഇപ്പോൾ നല്ല തിക്കും ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്, കൂളായി. രണ്ടും കൂളായതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും, പാല് പിരിഞ്ഞു പോവും. പൈനാപ്പിൾ ആഡ് ചെയ്യുമ്പം ഉറപ്പ് വരുത്തുക പാലും തണുത്തതായിരിക്കണം. നമ്മുടെ പൈനാപ്പിൾ കുക്ക് ചെയ്തതും തണുത്തതായിരിക്കണം. ചൂടോടെ ആഡ് ചെയ്യാൻ പാടില്ല, പാല് പിരിഞ്ഞു പോവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഒരു 5 മണിക്കൂർ അല്ലെ 6 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണേൽ ഇപ്പം തന്നെ കഴിക്കാം, പക്ഷേ റെഫ്രിജറേറ്റ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു രുചി വരിക. അപ്പോൾ ഒരു 6 to 8 hours റെഫ്രിജറേറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ പൈനാപ്പിൾ സാഗോ ഡെസേർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.